ഇന്നലെ സുനിത്രയുടെ ബർത്ത്ഡേ ആയിരുന്നു. കൂട്ടുകാരികളെയൊക്കെ വിളിച്ച് വീട്ടിൽ ചെറിയ തോതിൽ ആഘോഷിച്ചു. ബർത്ത്ഡേയുടെ ഭാഗമായി വാങ്ങിച്ചതാണ് ആ വെളുത്ത ഒരു നല്ല സിൽക്ക് ചുരിദാർ. ഇന്ന് അതിട്ടാണ് അവൾ വേറൊരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയത്. ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവൾ ഇത്തിരി വൈകി. മറ്റു കൂട്ടുകാരികളൊക്കെ അവിടെ എത്തിയിട്ട് അവളെ കാണാഞ്ഞിട്ട് വിളി തുടങ്ങി. പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി. ഒരു കട്ട് റോഡിൽ കൂടി നടന്നു വേണം ആ കല്യാണ മണ്ഡപത്തിലെത്താൻ. ടാറിളകിയ റോഡാണ്. ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം റോഡിലെ കൊച്ചു ഗട്ടറിൽ ചുവപ്പും കറുപ്പും കളറിൽ അവിടെയുണ്ട്. ഒരു ബൈക്കുകാരൻ ചീറിപ്പാഞ്ഞു വന്ന് ഗട്ടറിൽ കയറിയിറങ്ങി. അവളുടെ വെളുത്ത ചുരിദാറിൽ നിറയെ ചുവന്നതും കറുത്തതുമായ ചെളി പിടിപ്പിച്ച് ആകെ കോലം കെട്ടുപോയി. അവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു വന്ന് അവളുടെ മുന്നിൽ വന്ന് കൈകൂപ്പി. ക്ഷമിക്കണം, അല്പ തിരക്കുണ്ടായിരുന്നു. വഴിയാത്രക്കാരുടെ നേരെ ചെളിയും വെള്ളവും തെറിപ്പിച്ചുകൊണ്ടാണോ തൻ്റെ തിരക്ക്? സഹോദരി, പറ്റിപ്പോയി. എന്താ ഇനി ചെയ്യുക? എടോ, ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. താനാകെ നാശമാക്കിയല്ലോ. ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ ഇനി അവിടെ ചെല്ലും? കഴുകിയെടുത്ത് അയൺ ചെയ്ത് ഉണക്കിയാൽ പോരെ? അതിനൊക്കെ എവിടെ സമയം? അഴുക്കുള്ള ഭാഗം മാത്രം കഴുകിയിട്ട് അയൺ ചെയ്യാം. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലേക്ക് പോരൂ, അവിടുന്ന് ചെയ്യാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. വേണ്ട. ഞാൻ അപരിചിതനായതുകൊണ്ടാണോ? സുഭാഷ് എന്നാണ് എൻ്റെ പേര്. ഇവിടുത്തെ 4 ആളറിയുന്ന മലർവാടി എന്ന സാംസ്കാരിക സംഘടനയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ വീട്ടിൽ നിൻ്റെ പ്രായത്തിൽ കുറേ സഹോദരിമാരുണ്ട്. അക്കാര്യത്തിൽ പേടി വേണ്ട. 10-15 മിനിറ്റ് കൊണ്ട് ഒക്കെ ശരിയാക്കി തരാം. കല്യാണത്തിന് പങ്കെടുക്കുകയേ ആവാം. സ്നേഹത്തോടെയുള്ള അവൻ്റെ വാക്കിനെ ആ സാഹചര്യത്തിൽ സംശയിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. തിരക്കിട്ട് പോകുമ്പോൾ പറ്റിയതാണ്. വേറെ വഴിയില്ല. വസ്ത്രത്തിൻ്റെ ചിലയിടങ്ങളിൽ അത്രയും തന്നെ അഴുക്കുണ്ട്. ഒന്ന് കഴുകി കിട്ടിയാൽ പോകും. അഴുക്കുപുരേണ്ട ഭാഗം നോക്കി കഴുകിയുണക്കാം. ഇവൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ട് എന്നല്ലേ പറയുന്നത്? ഏതായാലും പോകാം. ഇവൻ്റെ വീട് ദൂരെയാണെങ്കിൽ താൻ ഒന്നിനുമില്ല. നേരെ വീട്ടിൽ തിരിച്ചു പോകും, അത്ര തന്നെ. ഇവിടെ അടുത്താണോ വീട്? അവൾ തെല്ലു ഗൗരവത്തോടെ ചോദിച്ചു. ദേ, ഇവിടുന്ന് നോക്കിയാൽ കാണാം. ആ വളവ് കഴിഞ്ഞ് തന്നെ. അവൻ അങ്ങോട്ട് വിരൽ ചൂണ്ടി കാണിച്ചു. എന്നാൽ പോകാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ബൈക്കിൽ കയറി. അവൻ്റെ വീട് ഇവിടെ അടുത്ത് എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനു പേടിക്കണം? അവൾ കയറിയ ശേഷം അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. താൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഇതൊക്കെ പാടുണ്ടോ? ഉള്ളിലൊരു ശങ്ക അങ്ങനെയുണ്ട്. പക്ഷേ സാഹചര്യത്തിൻ്റെ ആവശ്യകതയും അത് നോക്കണ്ടേ? അവൾ അവനെ സ്പർശിക്കാതെ ദൂരം മാറിയിരുന്നു. ആട്ടെ, ആരുടേതാ കുട്ടി കല്യാണം? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ. ഞാൻ കാരണം ഒക്കെ കുളമായി. മനസ്സറിഞ്ഞ് എന്നോട് ക്ഷമിക്കണം. സാരമില്ല. അവൻ അവളെയും കൊണ്ട് തറവാട്ട് വീട്ടിലെത്തി. 4 കെട്ടൊക്കെയുള്ള അത്യുഗ്രൻ തറവാട്. വലിയ തറവാട്ടുകാരനാണല്ലോ അവൾ മനസ്സിൽ കരുതി. അവിടെ പോർച്ചിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങി. അപ്പോഴേക്ക് 2-3 പെൺകുട്ടികൾ അവിടെ വന്നു. എടേ പിള്ളേരെ, ദേ, ഈ കൊച്ചിൻ്റെ ഡ്രസ്സിന് എൻ്റെ ബൈക്കിൽ നിന്നും ചെളിയും വെള്ളവും തെറിച്ച് അഴുക്കായി പോയടി. അതൊന്ന് മാറ്റി കഴുകിയെടുത്ത് ഉണക്കിയെടുക്കാൻ പെട്ടെന്ന് സഹായിച്ചു കൊടുത്തേ. ഇവിടുത്തെ കല്യാണ മണ്ഡപത്തിൽ ഒരു കല്യാണത്തിന് വന്നതാ. വേഗം വേണം. എന്നിട്ട് അവളെ അവിടെ കൊണ്ടുവിടണം. അവളെ അവർ അകത്ത് വിളിച്ചുകൊണ്ടുപോയി. അകത്ത് കയറിയപ്പോൾ ഞെട്ടിപ്പോയി. കൊട്ടാരം പോലുള്ള വീട്. പഴയ പ്രൗഢിയും പ്രതാപവും. അകത്തുള്ള ഓരോ അലങ്കാര സാധനവും വിളിച്ചോതുന്നു. ശില്പചാതുര്യത്തോടെയുള്ള കൊത്തുപണികളുള്ള ഫർണിച്ചറുകളൊക്കെ കൂടി ഒരു ഇരുണ്ട അന്തരീക്ഷം. അതിലൊരു പെൺകുട്ടി അവളെ പിന്നെയും ഉള്ളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. ഒരു വലിയ റൂമിലെത്തി. അതിനകത്ത് കയറി അലമാരയിൽ നിന്നും തൽക്കാലം പകരമിടാൻ പ്രത്യേകം ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ജോഡി വസ്ത്രമെടുത്തു കൊടുത്ത് അഴുക്കായ വസ്ത്രം അത് മാറ്റിത്തരാൻ പറഞ്ഞു. അവൾ അവളുടെ വസ്ത്രങ്ങൾ മാറ്റി പകരം ആ വസ്ത്രം ധരിച്ചു. ഇതിൻ്റെ ഷോൾ എവിടെ? സുനിത്ര ആ പെൺകുട്ടിയോട് ചോദിച്ചു. അതിൽ ഷോൾ ഉണ്ടായില്ലേ? കാണണമല്ലോ. ഇല്ല, ഷോൾ ഉണ്ടായില്ല. ആണോ? ഇത് ഞങ്ങളുടെ ചേച്ചിയുടേതാ. ചേച്ചി നിങ്ങളുടെ ഏകദേശം ശരീരവലിപ്പം ഉള്ളതാ. എന്നിട്ട് ചേച്ചി ഇവിടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളെല്ലാവർക്കും മൂത്ത ആ ചേച്ചി ഒരു നർത്തകിയാണ്. രാവിലെ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ നൃത്തവിദ്യാലയത്തിൽ പോയിരിക്കുകയാണ്. ഇവിടെ ടൗണിലാണ് ചേച്ചി നടത്തുന്ന നൃത്തവിദ്യാലയം. ശിവരഞ്ജിനി എന്നാണ് ചേച്ചിയുടെ പേര്. ഞങ്ങൾ 3 പേരും ചേച്ചിയുടെ സഹോദരിമാരാണ്. ചൈത്രരഞ്ജിനിയും മനോരഞ്ജിനിയും എനിക്ക് മൂത്തതാണ്. ഞാൻ ഏറ്റവും ഇളയത്. പ്രിയരഞ്ജിനി എന്ന എൻ്റെ പേര്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 4 പെണ്ണും ഒരാണുമാണ്. ഏട്ടൻ രഞ്ജിത്ത്. പുള്ളി ഒരു ഡാൻസറാണ്. രഞ്ജിനി സിസ്റ്റേഴ്സ് എന്ന പേരിൽ ഞങ്ങൾക്കൊരു ബ്ലോഗുണ്ട് യൂട്യൂബിൽ. അയ്യോ, വർത്തമാനം പറഞ്ഞ് സമയം പോയാൽ ചേച്ചിക്ക് വൈകില്ലേ? ചേച്ചി ഇവിടെ ഇരുന്നോ, പെട്ടെന്ന് ഞാൻ ഇത് ശരിയാക്കി തരാം. അവളുടെ വസ്ത്രം ആ പെൺകുട്ടി കഴുകിയെടുക്കാൻ കൊണ്ടുപോയി. പെട്ടെന്ന് പുറത്ത് കുറേ പട്ടിയുടെ കുരയും ബഹളവും കേട്ടു. ഒരു പോലീസ് നായയും കുറേ പോലീസുകാരും അവിടേക്ക് ഓടി വന്നു. പട്ടി നേരെ ഓടി അകത്തു കയറി. വസ്ത്രം മാറി നിൽക്കുകയായിരുന്ന അവളുടെ അടുത്ത് പോയി കുരയ്ക്കാൻ തുടങ്ങി. പോലീസ് ടീം അംഗങ്ങളും ഉള്ളിൽ കയറിയപ്പോൾ പട്ടി അവളെ നോക്കി കുരക്കുന്നത് കണ്ടു. ഇവൾക്ക് ആ സംഭവവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇവൾ ധരിച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ ഷോളാണിത്. സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ ഷോളുമായി ഡോഗിൻ്റെ ചെയിൻ പിടിച്ചു നിൽക്കുന്ന ആ ഡോഗ് ട്രെയിനർ പോലീസ് ഓഫീസറെ നോക്കി പറഞ്ഞു. അവളെ കസ്റ്റഡിയിലെടുക്കൂ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടു.
തുടർന്ന് എത്തിയ ജീപ്പിൽ പുറത്തുണ്ടായിരുന്ന വനിതാ പോലീസും മറ്റു പോലീസുകാരും കൂടി അവളെ അറസ്റ്റ് ചെയ്തു. അവളെ കുത്തിനു പിടിച്ച് ജീപ്പിനടുത്തേക്ക് നടത്തിച്ചു. കയറടി ജീപ്പിൽ. കാര്യമറിയാതെ അവൾ പരമാവധി എതിർക്കാൻ നോക്കി. പ്രതി ബലം പ്രയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് കരുതി ഒരു വനിതാ പോലീസ് അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. വലിച്ചയഴിച്ച് അവളെ ജീപ്പിൽ കയറ്റി. എന്താ സംഭവിക്കുന്നത് എന്നുപോലും അറിയാതെ അവൾ കുഴങ്ങി. എന്തിനാ തന്നെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത് എന്നുപോലും അവൾ അറിഞ്ഞില്ല. ചേട്ടാ രക്ഷിക്കൂ, ഇവരെന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? ഞാനിവിടെ കല്യാണത്തിന് വന്നതാന്ന് പറയൂ. നിങ്ങളല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, എന്നെ രക്ഷിക്കണേ, അവൾ നിലവിളിച്ചു. അവൻ്റെ മൗനം അവളെ ഞെട്ടിച്ചു. ഇവൻ തന്നെ കൊടുക്കുകയായിരുന്നോ? താൻ ഇതെങ്ങനെ മറ്റുള്ളവരെ അറിയിക്കും? തൻ്റെ മൊബൈൽ അവിടെയാണ്, റൂമിൽ. മിണ്ടാതിരിയടി. കൊലപാതകം ചെയ്തിട്ട് ഇവിടെ കൂട്ടുകാരികളുടെ കൂടെ ഒളിച്ചിരിക്കാമെന്ന് കരുതിയോ? പോലീസുകാർ അവളെയും കൊണ്ടുപോയി. ചെറുപ്പക്കാരൻ ഞെട്ടിത്തരിച്ചവനെ പോലെ നിൽക്കുകയാണ്. പോലീസുകാർ അവളെയും കൊണ്ടുപോയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ടൗണിൽ തന്നെ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പ്രതിയെ പിടിക്കാൻ പോലീസ് നായ വന്നപ്പോൾ അവിടുന്ന് മണം പിടിച്ചോടിയ നായ നേരെ ഓടിക്കയറിയത് ഈ വീട്ടിലേക്കും എന്നിട്ട് അവളുടെ അടുത്തേക്കുമാണ്. അവളുടെ വസ്ത്രത്തിൻ്റെ മണം പിടിച്ചു നിന്ന് കുരച്ചു. ഇത് നല്ല കഥ. ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നത് ഒരു കൊലപാതകയായിരുന്നോ? പോലീസ് പെൺകുട്ടിയെ കൊണ്ടുപോയപ്പോൾ 3 സഹോദരിമാരും ചേട്ടനെ വളഞ്ഞു വെച്ച് ചോദിച്ചു. എന്തോ എനിക്കൊന്നും അറിയില്ല മക്കളെ. ആ വളവിന് അതിനപ്പുറത്ത് വെച്ചാണ് അവളെ ഞാൻ കാണുന്നത് തന്നെ. എൻ്റെ കഷ്ടകാലത്തിനാണെന്ന് തോന്നുന്നു ചെളി അവരുടെ മേലേക്ക് തെറിച്ചത്. അതിലും ബുദ്ധിമോശമായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാലും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് നടക്കുന്നവളാണെന്ന് അറിഞ്ഞില്ല. അവൻ തൻ്റെ സത്യാവസ്ഥ പറഞ്ഞു. ഏത് കൊലപാതകത്തിലെയാണ് അവർ പ്രതി? ഇന്ന് രാവിലെ കേട്ട ഈ അടുത്തുള്ള പ്രൈവറ്റ് ബാങ്കിലെ തൂപ്പുകാരിയുടെ ആത്മഹത്യയോ? അത് കൊലപാതകമായിരുന്നോ? ഇവളാണോ അതിനെ കൊന്നു കെട്ടിത്തൂക്കിയത്? കഷ്ടം, ഒരു സഹോദരി ആശ്ചര്യത്തോടെ ചോദിച്ചു. സ്വീപ്പറുടെ മരണം കൊലപാതകമാണെന്നും അന്വേഷണത്തിന് പോലീസ് നായയൊക്കെ വന്നിട്ടുണ്ടെന്നും ഞാൻ കേട്ടതായിരുന്നു. ഈ കുരിശാണ് അത് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സുനിദ്ര പറഞ്ഞ കാര്യങ്ങളൊന്നും SI വിശ്വസിച്ചില്ല. SI പിടിച്ചുകൊണ്ടുവന്ന പ്രതിയെ CI നന്നായി ചോദ്യം ചെയ്തു. കാര്യങ്ങൾ മനസ്സിലാക്കി. അയാളെ വിളിക്കണോ? CI കോൺസ്റ്റബിളിനോട് പറഞ്ഞു. കോൺസ്റ്റബിൾ പോയി SI സാറിനെ CI വിളിക്കുന്നു എന്നറിയിച്ചപ്പോൾ അയാൾ CIയുടെ ക്യാബിനിൽ ചെന്നു. താൻ ആരെയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? പട്ടി ഓടിക്കയറിയത് ഈ നർത്തകിയുടെ വീട്ടിലേക്കാണ്. ശിവരഞ്ജിനി എന്നാണ് ഇവരുടെ പേര്. ആ ബാങ്കിൻ്റെ സമീപത്ത് ഇവർ ഒരു നൃത്തവിദ്യാലയം നടത്തുന്നു. ഇവരുടെ ഷോളിലാണ് സ്വീപ്പർ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടി ഇവരുടെ ഷോൾ മണപ്പിച്ച് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് സാർ. ഓഹോ, താൻ ശിവരഞ്ജിനിയെ മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. അപ്പോൾ ഇത് ശിവരഞ്ജിനി അല്ലേ? CI അങ്ങനെ ചോദിച്ചപ്പോൾ SIക്ക് സംശയമായി. അല്ലേ? മണ്ണാങ്കട്ട, ഇവളെ ഇവിടെ കല്യാണത്തിന് വന്ന കുട്ടിയാടാ. മര്യാദയ്ക്ക് പോയി ശിവരഞ്ജിനിയെയും ഇവളെ ഈ പ്രശ്നത്തിലൊക്കെ ആക്കിയ അവളുടെ സഹോദരനെയും പിടിച്ചുകൊണ്ടുവാടോ. പട്ടി മണപ്പിച്ച് ഇവളുടെ അടുത്താണ് സാർ എത്തിയത്. തനിക്ക് പട്ടിയെ വിശ്വസിക്കാം, പക്ഷേ അതിനർത്ഥം മനുഷ്യനെ വിശ്വസിക്കേണ്ട എന്നല്ല. ഈ കുട്ടി പറഞ്ഞ ഒറ്റ വാക്കുപോലും താൻ വിശ്വസിച്ചില്ലല്ലോ. പട്ടിയെ വിശ്വസിച്ചത്രേ. ആ പട്ടി എങ്ങനെ ഈ കുട്ടിയുടെ അടുത്ത് എത്തിയതെന്ന് താൻ അന്വേഷിച്ചോ? ഒരു പട്ടിയും താനും. എടാ, കോടതിയിൽ പട്ടിയുടെയും പൂച്ചയുടെയും കഥയ്ക്കൊന്നും കാര്യമില്ല. അതൊക്കെ അന്വേഷണത്തിന് പോലീസിന് സഹായിക്കുമെന്നേ ഉള്ളൂ. താനൊക്കെ എങ്ങനെ SI ആയി എന്നത് അത്ഭുതമാണ്. ആദ്യം പോയി അവരെ പിടിച്ചുകൊണ്ടുവാ, എന്നിട്ട് ബാക്കി. ഇവളെ ആ വീട്ടിൽ കൊണ്ടുപോയി ഇവളുടെ സ്വന്തം ഡ്രസ്സ് ധരിപ്പിച്ച് മര്യാദയ്ക്ക് വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ടോളൂ. ഇത് ഓർഡറാണ്. SI CIയെ സല്യൂട്ട് ചെയ്ത് സുനിദ്രയെയും കൊണ്ട് ശിവരഞ്ജിനിയുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് CIയുടെ മുമ്പാകെ നർത്തകി ശിവരഞ്ജിനിയെയും സഹോദരൻ രഞ്ജിത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ഹാജരാക്കി. തൂങ്ങി മരിച്ച ആ ബാങ്ക് ജീവനക്കാരനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? CI ശിവരഞ്ജിനിയോട് ചോദിച്ചു. ഇല്ല സാർ, അവർ ആ ബാങ്കിൽ സ്വീപ്പ് ജോലിക്കാരിയാണെന്നറിയാം. നേരിട്ട് യാതൊരു പരിചയവുമില്ല. നിങ്ങളുടെ ഷോളിലാണ് അവർ ബാങ്കിന് സമീപമുള്ള മരക്കൊമ്പിൽ തൂങ്ങിയത്. അതെങ്ങനെ അവർക്ക് കിട്ടി? ബാങ്കിൻ്റെ തൊട്ടിപ്പുറമാണ് ഞങ്ങളുടെ നൃത്തവിദ്യാലയം. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡ്. ഹാളിൽ കുട്ടികളുമായി പ്രാക്ടീസിനിടയിൽ കറണ്ട് പോയാൽ ഞങ്ങൾ പുറത്തിറങ്ങി കോമ്പൗണ്ടിലെ മരത്തിനടിയിൽ തണലിൽ പോയി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അതുപോലെ മരത്തിനടിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു കാക്ക എൻ്റെ ചുരിദാറിൻ്റെ ഷോളിൽ കാഷ്ടിച്ചു. അതിനടുത്തുണ്ടായിരുന്ന പൊതു ടാപ്പിൽ വെള്ളത്തിൽ ഞാൻ ഷോൾ കഴുകി ബാങ്കിൻ്റെ മതിലിന് ചേർത്ത് ഉണക്കാനിട്ടു. ക്ലാസ് കഴിഞ്ഞ് പോകുന്ന തിരക്കിനിടയിൽ ഷോളിൻ്റെ കാര്യം മറന്നു. വീട്ടിലെത്തി കുട്ടികൾ കളിയാക്കുമ്പോഴാണ് ഷോളില്ലാത്ത കാര്യം അറിയുന്നത്. എനിക്കുള്ള മിക്ക ചുരിദാറിന് ഷോളില്ല. അതുകൊണ്ട് ഷോളില്ലാത്ത കാര്യത്തെക്കുറിച്ച് അത്ര ബോധവതിയാവാതിരുന്നാൽ അത് ഇവിടെ മൊത്തം CCTV ഉണ്ടല്ലോ. ആ മരവും ഞങ്ങളുടെ ആ ബിൽഡിംഗ് മൊത്തം കവറാവുന്ന വിധത്തിൽ ക്യാമറകളുണ്ടല്ലോ. ഉണ്ട്, കിട്ടി ഞങ്ങൾക്ക് ഏറെക്കുറെ വിവരങ്ങൾ. നിങ്ങളുടെ ഷോൾ പറന്നുപോയി അവരുടെ ബാങ്കിൻ്റെ കോമ്പൗണ്ടിൽ വീണതും മരിച്ച സ്വീപ്പർ അവരത് എടുത്തുകൊണ്ടുപോയി പിരിച്ച് കയർ പോലെ ആക്കുന്നതും പിന്നെ ഇന്ന് വെളുപ്പിന് വന്ന് അവർ സ്വയം തൂങ്ങി മരിക്കുന്നതുമൊക്കെ CCTV ഫൂട്ടേജിലുണ്ട്.
അവരുടെ മരണക്കുറിപ്പ് കണ്ടെത്തി. ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ആർഭാട ജീവിതം നയിച്ച അവർ കാശ് തിരിച്ചടച്ചില്ല. സ്വന്തം ജീവനക്കാരിയല്ലേ എന്ന് വിചാരിച്ച് മാനേജർ ഒരുപാട് ദിവസങ്ങൾ നീട്ടിക്കൊടുത്തിട്ടും അവർ കുടിശ്ശിക പോലും അടച്ചില്ല. ഒടുവിൽ മാനേജർ പിണങ്ങി ലോൺ തിരിച്ചു വസൂലാക്കാൻ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മാനേജറെ ആപ്പിലാക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത്. മാനേജറുമായി മറ്റ് ഇടപാടുകളുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് വേണ്ടത് ചെയ്യുക. നിങ്ങൾ മൂവരും പോയിക്കൊള്ളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. എന്നിട്ട് സ്വന്തം വസ്ത്രം ധരിച്ചെത്തിയ സുനിദ്രയോട്, കുട്ടി ക്ഷമിക്കണം, ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ആളുമാറി അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയിൽ ഞാൻ പോലീസിനു വേണ്ടി എൻ്റെ സ്വന്തം പേരിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ സാർ. നേരം വൈകുന്നതിന് മുൻപ് സുനിദ്രയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.